നമസ്കാരം. നിർമ്മാണ സാമഗ്രികളുടെ കടുത്ത ക്ഷാമത്തിൽ വലയുന്ന കേരളത്തിന് ആശ്വാസമേകി തമിഴ്നാട് സർക്കാരിന്റെ നിർണായക നിലപാട് മാറ്റം ഉണ്ടായതായി റിപ്പോർട്ടുകൾ. മണൽ, മെറ്റൽ, വലിയ പാറക്കല്ലുകൾ തുടങ്ങിയ അവശ്യ നിർമ്മാണ സാമഗ്രികൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് ഏർപ്പെടുത്തിയിരുന്ന കർശന വിലക്കിൽ കേരളത്തിന് അനുകൂലമായ ഇളവുകൾ അനുവദിക്കാമെന്ന് തമിഴ്നാട് നൽകിയ ഉറപ്പാണ് വികസന രംഗത്ത് പുതിയ പ്രതീക്ഷ നൽകുന്നത്. നിയന്ത്രണങ്ങളിൽ നിന്നും കേരളത്തെ പ്രത്യേകമായി ഒഴിവാക്കുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കാമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് കേരള മുഖ്യമന്ത്രി വി ഡി സതീശനെ നേരിട്ട് അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മഹാബലിപുരത്ത് വെച്ച് നടന്ന സതേൺ സോണൽ കൗൺസിൽ യോഗത്തിന്റെ ഇടവേളയിൽ ഇരു സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ തമ്മിൽ നടത്തിയ നിർണായക കൂടിക്കാഴ്ചയിലാണ് നിർമ്മാണ മേഖലയ്ക്ക് ആശ്വാസമാകുന്ന പുതിയ നിലപാടുണ്ടായതെന്നാണ് റിപ്പോർട്ട്. തമിഴ്നാട്ടിലെ തെങ്കാശി അടക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും കൂറ്റൻ പാറക്കല്ലുകളുമായി ദിവസേന അതിർത്തി കടന്ന് ബാലരാമപുരം വഴി കേരളത്തിലെ വിവിധ വികസന പദ്ധതി പ്രദേശങ്ങളിലേക്ക് കുതിച്ചിരുന്ന ഡീസൽ ടിപ്പർ ലോറികളുടെ യാത്ര തമിഴ്നാട് സർക്കാരിന്റെ കർശന നിലപാടോടെ പാതി വഴിയിൽ നിലച്ചുപോയിരുന്നു. കന്യാകുമാരി തെങ്കാശി മേഖലയിൽ നിന്നും കേരളത്തിലേക്ക് ധാതുക്കളുമായി എത്തിയിരുന്ന വാഹനങ്ങൾക്ക് തമിഴ്നാട് ജില്ലാ അധികൃതർ പാസുകൾ വെട്ടിക്കുറച്ചതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. അതിർത്തി റോഡുകളിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു എന്ന കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു തമിഴ്നാട് ഭരണകൂടം ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് കടന്നത്. എന്നാൽ തമിഴ്നാടിന്റെ പെട്ടെന്നുള്ള തീരുമാനം കേരളത്തിലെ പൊതുമേഖലാ സ്വകാര്യ നിർമ്മാണ മേഖലകളെ ആകെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഈ വലിയ സ്തംഭനാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ലക്ഷ്യമിട്ട് കേരള മുഖ്യമന്ത്രി നടത്തിയ നയതന്ത്ര നീക്കങ്ങളാണ് ഇപ്പോൾ വലിയൊരു നിർണായക വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നത്. തമിഴ്നാട് ഏർപ്പെടുത്തിയ വിലക്ക് കാരണം കേരളം നേരിടുന്ന ഗുരുതരമായ സാഹചര്യങ്ങളും വികസന പദ്ധതികളിലുണ്ടായ മന്ദഗതിയും ചൂണ്ടിക്കാട്ടി കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ നേരത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ഔദ്യോഗികമായി കത്തയച്ചിരുന്നു. ഇതിന്റെ തുടർ നടപടിയായാണ് മഹാബലിപുരത്ത് വെച്ച് ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തിയത്. വിഷയം വിശദമായി പഠിച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തി കേരളത്തിന് മാത്രമായി ഇളവുകൾ അനുവദിക്കാമെന്ന പ്രായോഗികമായ ധാരണയിൽ ഇരു നേതാക്കളും എത്തുകയായിരുന്നു. കഴിഞ്ഞ ജൂലൈ മാസത്തോടെ തമിഴ്നാട് നിർമ്മാണ സാമഗ്രികളുടെ കയറ്റുമതിക്ക് അതിർത്തികളിൽ പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയത്. ഇതോടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചെങ്കല്ല്, പാറക്കല്ല്, എംസാൻഡ്, മണൽ തുടങ്ങിയ വസ്തുക്കളുടെ വരവ് നിലയ്ക്കുകയും കേരളത്തിലുടനീളമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിലയ്ക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തു. നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യതക്കുറവിനൊപ്പം വിപണിയിൽ സിമന്റ് വിലയിലുണ്ടായ കുത്തനെയുള്ള വർധനവും ഭവന നിർമ്മാതാക്കൾക്ക് ഇരട്ടി പ്രഹരമായി മാറി. വിവിധ മുൻനിര കമ്പനികളുടെ സിമന്റിന് ചാക്കുത്തിന് 10 രൂപ മുതൽ 15 രൂപ വരെയാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വർദ്ധിച്ചത്. ഇതോടെ ഒരു ചാക്ക് സിമന്റിന്റെ വില 480 രൂപ വരെയായി ഉയർന്നു. ഇത് സാധാരണക്കാരായ ഭവന നിർമ്മാതാക്കളെയും കരാറുകാരെയും ഒരുപോലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിരുന്നു. തമിഴ്നാടിന്റെ ഉപരോധത്തിനെതിരെ അതിർത്തികളിൽ കേരളത്തിലെ ലോറി ഉടമകളും തൊഴിലാളികളും വ്യാപകമായ പ്രതിഷേധങ്ങളും സമരങ്ങളുമായി രംഗത്തിറങ്ങിയിരുന്നെങ്കിലും മുൻപ് തമിഴ്നാട് ഭരണകൂടം നിലപാട് ലൈവ് വരുത്താൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇരു സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ തമ്മിൽ നടന്ന ഉന്നതതല ചർച്ച വിജയിച്ചതോടെ തടസ്സങ്ങളെല്ലാം നീങ്ങി അതിർത്തി വഴി വീണ്ടും ലോറികൾ എത്തിത്തുടങ്ങുമെന്ന വലിയ പ്രതീക്ഷയിലാണ് കേരളത്തിലെ നിർമ്മാണ മേഖലയും കരാറുകാരും.